അങ്ങനെ നമ്മൾ അലക്സാൻഡ്രിയയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. നമ്മൾ റോമൻ തിയേറ്റർ കണ്ട ശേഷം നമ്മളിപ്പോൾ ഇനി അടുത്തത് പോകുന്നത് ഒരു സിറ്റാഡൽ കാണാനാണ്. പോകുന്ന വഴിയെ നിറയെ ട്രാഫിക്കും മറ്റുമെല്ലാം ഉണ്ട്. പല കൺസ്ട്രക്ഷനും അതുമെല്ലാം നടക്കുന്നുമുണ്ട്. ഞാൻ ഇതിൻ്റെ ചിത്രീകരണം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിൻ്റെ ഉള്ളിലാണിപ്പോൾ. ഇവിടെ പല കൺസ്ട്രക്ഷനും പലതും കാണാം. ഇത് ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ആൻഷ്യൻ്റ് ലൈബ്രറി. അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഞാൻ പുറത്തിറങ്ങി. ഇവിടെ നിന്ന് ഞാൻ ഈ ചാവുകടൽ എന്ന് പറയും, റെഡ് സീ, അതിൻ്റെ ഒരു ഭാഗമാണിത്. അതിൻ്റെ കാഴ്ചയെല്ലാം ചിത്രീകരിച്ച ശേഷം വീണ്ടും കാറിൽ കയറി യാത്ര തുടരുകയാണ്. മുന്നോട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിറ്റാഡൽ, കത്തിബേ സിറ്റാഡൽ എന്ന് പറഞ്ഞൊരു സിറ്റാഡൽ കാണാനാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ്, അതായത് 15ാം സെഞ്ച്വറിയിൽ പണി തീർത്ത സിറ്റാഡലാണ്. പോകുമ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ തീരത്ത് ഇരിക്കുന്നത് കാണാം. ഇവിടെ ഇങ്ങനെ പല കാഴ്ചകളും അതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും നടത്തം തുടരുകയാണ്. ആ നേരെ കാണുന്നതാണ് നമ്മളിപ്പോൾ പോകുന്ന കത്തിബേ സിറ്റാഡൽ. ഇതാണ് അതിൻ്റെ ഉൾവശം. ഇവിടെ അതിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നു, കത്തിബേ സിറ്റാഡൽ. പലരും കാഴ്ച കണ്ട് ഇറങ്ങി വരുന്നു, ചിലർ കാഴ്ച കാണാൻ ഉള്ളോട്ട് പോകുന്നു. അങ്ങനെ എൻ്റെ ഗൈഡ് മുന്നിലുണ്ട്. അവരെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലൂടെ സെക്യൂരിറ്റി പരിശോധന ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇതാണ് ഉള്ളിലേക്കുള്ള കവാടം. കുറേ ടൂറിസ്റ്റുകളും മറ്റുമെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് സിറ്റാഡലിൻ്റെ ഫ്രണ്ടേജ്, അകത്തേക്കുള്ള വഴി. നിറയെ പണ്ടത്തെ പല ഉപകരണങ്ങളും മറ്റുമെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഈ സിറ്റാഡൽ എന്ന് പറയുന്നത് 15ാം സെഞ്ച്വറിയിൽ പണിതാണെന്ന് പറഞ്ഞല്ലോ. അതുതന്നെ ഇതൊരു ലൈറ്റ് ഹൗസും കൂടി ആയിട്ടാണ് പണിതിരിക്കുന്നത്. 1477 1479 ഈ കാലഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർത്തത് സുൽത്താൻ അൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സുൽത്താൻ അൽ അഷ്റഫ് കത്ബേ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കത്ബേ സിറ്റാഡൽ, അദ്ദേഹത്തിൻ്റെ ഒരു പേരും കൂടി വെച്ചിട്ടാണ് ഇവിടെ സിറ്റാഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു നടുമുറ്റം കാണാം. നല്ല വർണ്ണശബളമായി അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. എല്ലാം കല്ലുകൊണ്ട് പണിതിരിക്കുന്ന ഒരു സിറ്റാഡലാണ്. ബൃഹത്തരമായ വലിയ കല്ലുകൾ കൊണ്ടാണത് പണിതിരിക്കുന്നത്. ഇത് ശരിക്കും പണിതിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കടൽ കൊള്ളക്കാരുടെ അറ്റാക്കിൽ നിന്നും, പണ്ടത്തെ ഒട്ടോമൻ തുർക്കി അവരുടെ അറ്റാക്കിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനൊരു സിറ്റാഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് മിലിറ്ററി ക്യാമ്പും മറ്റുമൊക്കെയാണ് നടക്കുക. ഇങ്ങനെ പല ദ്വാരങ്ങളും നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് മിലിറ്ററീസിന് ഷൂട്ട് ചെയ്യാനും മറ്റതുമായിട്ട് ചെറിയ ചെറിയ കവാടങ്ങൾ. അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന കടലാണ്. വളരെ മനോഹരമായ ദൃശ്യമാണത്. അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു അഴിയും കാണാം. ഇവിടുന്ന് ഈ വഴി ശത്രുക്കൾ വരികയാണ്. ഇതിലൂടെ ഇവിടുത്തെ പട്ടാളക്കാരും മറ്റുമെല്ലാം തോക്കും വേറെ പല ഉപകരണം വെച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിക്കുന്നു. ഇതാണ് സിറ്റാഡലിൻ്റെ ഒരു മുഴുവനായ രൂപം. ഇവിടെ ഒരു ചില്ലുകൂട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു രൂപത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്തും ഇതേപോലെ തന്നെ
ഇവർക്ക് മിലിറ്ററീസിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ അലക്സാൻഡ്രിയ സിറ്റി ഇങ്ങനെ ചെറുതായി കാണാം കടലിനപ്പുറം. ഈ കത്ബെ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ, അതായത് ഏൻഷ്യൻ വേൾഡിലെ ഒരു വൺ ഓഫ് ദ വണ്ടേഴ്സ്, അതായത് 7 അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കടലാൽ ചുറ്റപ്പെട്ട ഒരു സിറ്റാഡലാണ് ശരിക്കും ഇത്. ഇന്ന് ഇതൊരു മ്യൂസിയമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവിടെ ചെറിയ ബോട്ട് റൈഡ് മറ്റും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നടുമുറ്റമെല്ലാം മുകളിൽ നിന്നും കാണാം. വളരെ ഭംഗിയായി ചുടുകട്ട കൊണ്ടും മറ്റുമെല്ലാം ഇവിടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർത്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. ചിലർ ഇതിൻ്റെ മുകളിലെല്ലാം കയറി നിന്ന് അപ്പുറത്തുകൂടെ കാഴ്ചകൾ കാണുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇതിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴത്തെ നിലയല്ലാണ്ട് മുകളിലുള്ള ഒരു നിലയും കൂടിയാണ് ഈ സിറ്റാഡലിനുള്ളത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറം കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. പലരും ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നു. ചെറിയൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ഇത് പണ്ട് രാജാക്കന്മാർക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് പെട്ടെന്നൊരു യുദ്ധം വന്നാൽ രക്ഷപ്പെടാനുള്ളൊരു ടണലും കൂടിയാണ്. അതിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നേരെ നടന്ന് കയറുന്നത് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ്. ഇതെല്ലാം സിറ്റാഡലിൻ്റെ പല ഭാഗങ്ങളാണ്. ഞങ്ങളങ്ങനെ പതുക്കെ മുകളിലേക്ക് കയറി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. സിറ്റാഡലിൻ്റെ ഒരു പുറംഭാഗമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ബോട്ട് യാത്രയും മറ്റും എല്ലാം നടത്തുന്ന പല സഞ്ചാരികളും. പിന്നെ അതാണ് ചാവുകടൽ. ഇത് സിറ്റാഡലിൻ്റെ പുറംഭാഗവും. 15-ാം നൂറ്റാണ്ടിൽ പണിതൊരു സിറ്റാഡലാണെന്നാണ് എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത്. പീരങ്കികളെല്ലാം പുറത്ത് കാഴ്ചവസ്തുവായി ഇപ്പോൾ വെച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഏറ്റവും ആദ്യം ഉപയോഗിച്ച പീരങ്കികളും മറ്റും ആയിരിക്കാം ശത്രുക്കളെയൊക്കെ ഓടിക്കാൻ. ആ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ യാത്ര തുടരുകയാണ്. ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചഭക്ഷണത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ. ഇറങ്ങുമ്പോൾ നിറയെ ആളുകൾ വീണ്ടും കയറാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. ഒന്നും കൂടി ഞാൻ സിറ്റാഡലിൻ്റെ കാഴ്ചകൾ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കാറ് വരുന്ന സ്ഥലത്തേക്ക് നടത്തം തുടർന്നു. ഇവിടെ ചെറിയൊരു നടക്കുന്ന നടപ്പാതയുണ്ട്. ആൾക്കാർക്ക് നടക്കാം, കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ളൊരു സ്ഥലം. അപ്പുറത്ത് കടലാണ്. അവിടെ ഒരു പാലം കാണാം. നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ അധിക നേരം ഇവിടെ നിൽക്കാൻ എനിക്കത്ര ഒരു സുഖം തോന്നിയില്ല. എന്നാലും അവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി യാത്രയായി. ഇപ്പോൾ നിങ്ങൾ കണ്ട ബിൽഡിംഗ്, നേരത്തെ കണ്ട ബിൽഡിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോളജീൻ്റെയാണ്. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലുമാണ്. ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ബസ്സാണ്. ഇവിടെ അങ്ങനെ അധികം പബ്ലിക് ബസ് നിങ്ങൾ കാണില്ല. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ലൂണ പാർക്ക് കഫേ എന്ന് പറയുന്നതാണ്. ഇവിടെ പബ്ലിക് ബസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഗവൺമെൻറ് ബസ്സസ് ആയിരിക്കും, അത്ര വലുപ്പമുള്ള. പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് അധികവും ചെറിയ ചെറിയ വാനോ മറ്റോ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ നിന്നാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. കടലെല്ലാം കണ്ടുകൊണ്ട് മനോഹരമായൊരു ഉച്ചഭക്ഷണത്തിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണത്. കടലിൻ്റെ തിരമാലകൾ ചെറുതായി ഇങ്ങനെ കരയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതാണ് എൻ്റെ ഉച്ചഭക്ഷണം. ചോറും ചെറിയ ഫിഷ് ഫ്രൈയും ചെമ്മീനും എല്ലാം കൂടി കൂട്ടിയുള്ളൊരു ഭക്ഷണം. നല്ല രുചികരമായ ഭക്ഷണം തന്നെയായിരുന്നു. അതെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും കാറിൽ കയറി യാത്ര തുടർന്നു. ഇനി നേരെ ഞങ്ങൾ കെയ്റോയ്ക്കാണ് പോകുന്നത്. ഒരു നീണ്ട യാത്ര തന്നെയാണ്. വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് വീണ്ടും കാണുന്നത്. സന്ധ്യയാവുന്നു. രസകരമായിട്ട് തന്നെ മേഘങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ട്രിയ എന്ന് പറയുന്ന പഴയ തലസ്ഥാനത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് കെയ്റോയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാത്രിയായിരിക്കുന്നു. കെയ്റോയിലേക്ക് അടുക്കും തോറും അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കെയ്റോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഗൈഡ് ഒരു സ്ഥലത്ത് ഇറങ്ങി അവരവരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് രാത്രി ഭക്ഷണം ഞാൻ പുറമേ നിന്ന് വാങ്ങി. നേരെ ഹോട്ടലിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഇനി നേരെ ഞാൻ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയി ഇന്നത്തെ യാത്രകളും ഇന്നത്തെ കാഴ്ചകളുമെല്ലാം മനസ്സിൽ നല്ലൊരു ഓർമ്മയായി മാറ്റിക്കൊണ്ട് നാളത്തെ ഒരു സുദിനത്തിനായി ഞാൻ ഉറക്കത്തിലേക്ക് വീണു.